ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ശരീരത്തിന്റെ ഭാഗമായിരുന്നു മനസ്സെങ്കിൽ കൈകളും കാലുകളും ഒക്കെ ശരീരത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരും ഉണ്ടാവണം? എന്തേ മനസ്സില്ലാത്തത്? അപ്പൊ തന്നെ ഉറപ്പല്ലേ ശരീരത്തിന്റെ ഭാഗമല്ല. അപ്പൊ പിന്നെ ആര് നിലനിർത്തണോ? അപ്പോഴാണ് ഭഗവാൻ പറയുന്നത് മനസ്സിനെ നിലനിർത്തുന്നത് മത്തസ്മൃതി ജ്ഞാനം അപോഹനം ഞാനാണ്. ഏതുപോലെ എന്നറിയോ ഭഗവാൻ പറയുന്നത്? ഇന്ന് നമുക്കത് മനസ്സിലാവാത്തതിന്റെ കാരണം ഭഗവാൻ പറയാണ് ഇത്തിരി സൂക്ഷ്മമായി നമ്മൾ ചിന്തിക്കുന്നില്ല. എത്ര ലളിതമായ ഉദാഹരണം കൃഷ്ണൻ പറയണെന്നറിയോ? ഏത് സാധാരണക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാലയിലേക്ക് നോക്കൂ എന്നാ പറയുന്നത്. ഏതിലേക്ക്? ഒരു പൂമാലയിലേക്ക്. മാലകൾ കെട്ടിയിട്ടില്ലേ ഇവിടെ? ഓരോ പൂക്കളും ചേർന്ന് ചേർന്ന് നിൽക്കുന്നതിന്റെ കാരണം പൂക്കളല്ല, അതിനൊക്കെ കോർത്തിരിക്കുന്നൊരു നൂലാണ് എന്ന് മറക്കരുത്. ഇന്ന് നമ്മളൊക്കെ ചേർന്ന് ഇവിടെ ഇരിക്കണ്ടല്ലോ. നിങ്ങൾ മാനസികമായി ഭാര്യ, ഭർത്താവ്, മക്കള്, ഓരോ മനസ്സും ഒരു പൂവാണെന്ന് കരുതൂ. ഓരോ മനസ്സുകളും ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ പൂക്കളും തെറ്റിദ്ധരിക്കുകയാണ്. മറ്റേ പൂവാണ് എന്റെ ശക്തി, മറ്റേ പൂവാണ് ശക്തി. അതിലൊരു പൂവടന്ന് വീഴുമ്പോഴാണ് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് കരയുന്നത്. ഭഗവാനെ, എന്തിനെന്നെ ശിക്ഷിക്കണം? ഞാൻ ഒറ്റപ്പെടുന്നുവല്ലോ എന്ന്. ഭഗവാൻ അന്ന് ചോദിക്കും നമ്മളോട്, ഈ പൂവിനെ ആരാണ് കോർത്ത് വെച്ചത്? നിങ്ങളെന്തിന് മറ്റൊരു പൂവിനോട് ഒട്ടിച്ചേർന്ന് ആ പൂവാണ് എൻ്റെ ശക്തി എന്ന് എന്തിന് മനസ്സിലുറപ്പിച്ചു? നിങ്ങളെ തളർത്തിയത് ആരുടെയും മരണമല്ല. നിങ്ങളെ തളർത്തിയത് നിങ്ങളുടെ മനസ്സിൻ്റെ തെറ്റായ ഒരു ധാരണ. നിങ്ങൾ തെറ്റായത് ഉറപ്പിച്ചു വെച്ചു. നിങ്ങളൊരു മറ്റൊരു പൂവിനോട് ചേർന്ന്, മറ്റൊരു മനസ്സിനോട് ചേർന്ന് മനസ്സിലുറപ്പിച്ചു, ഈ പൂവാണ് എൻ്റെ ശക്തി. ആണോ? ആണോ അല്ലേ? സത്യം മനസ്സിലാക്കൂ. ഒരു മനസ്സിനും മറ്റൊരു മനസ്സിനോട് ശരിക്കും ഒട്ടിപ്പിടിക്കാൻ സാധ്യമല്ല. ഉറക്കത്തിലേക്ക് കടന്നാൽ ആരോട് ഒട്ടിപ്പിടിക്കണം? ഭാര്യയും ഭർത്താവും അടുത്ത് കടന്നാൽ പോലും ഉറക്കത്തിൽ വല്ല ബന്ധങ്ങളുണ്ടോ? മനസ്സിൽ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? എല്ലാം ശാന്തം. ശരിയല്ലേ അത്? എന്നാൽ ഉറക്കത്തിൽ നിന്ന് വീണ്ടും മനസ്സ് ഉണർന്നു വരണമെങ്കിൽ അതിനെ ചേർത്ത് വെക്കാൻ ആര് വേണം? ആര് വേണം? അപ്പോ ശരിക്കും എപ്പോഴും കൂടെയുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ടോ? അത് ഭഗവാൻ പറയുന്നു, നിങ്ങൾ എന്നെ മാത്രം ഓർക്കുന്നില്ല, ബാക്കിയൊക്കെ ഓർക്കുന്നുണ്ട്. എന്താ ചെയ്യാ? ബാക്കിയെല്ലാം ഓർക്കാൻ ഒന്നിനും സമയത്തിന് ഒരു കുറവുമില്ല. എന്നാൽ എപ്പോഴാ ഭഗവാനെ ഓർക്കുക ബുദ്ധിമുട്ട് വരും? അപ്പൊ കൃഷ്ണ, ഗുരുവായൂരപ്പ സങ്കടം പറയും. അപ്പൊ കുറച്ച് ദിവസങ്ങളിൽ കുറച്ചു നേരമൊക്കെ ദിവസവും ഭഗവാനെ ഓർത്തുകൊണ്ട് ഉറപ്പിക്കണം. എന്ത്? ഭഗവാനെ, ഞാൻ തനിച്ചല്ല, എൻ്റെ കൂടെ ഞാനെന്ന ജീവാത്മാവും ഭഗവാനെന്ന പരമാത്മാവും. ആ പരമാത്മാവിൻ്റെ മമൈവാംശോ ജീവലോകേ അംശമാണ് ഈ ജീവൻ. ഞാൻ ഭഗവാന്റെ ഒരു അംശമാണ്. ഒരു പുഴയെ നോക്കിക്കൊണ്ട് കടൽ പറയുന്ന പോലെ ഈ പുഴ എൻ്റെ ഒരു അംശമാണ്. ഓരോ തിരമാലകളെ നോക്കിക്കൊണ്ട് കടൽ പറയുന്ന പോലെ ഓരോ തിരമാലയും എൻ്റെ അംശമാണ്. ഭഗവാൻ നമ്മളെ നോക്കിക്കൊണ്ട് പറയും, ശ്രീലകത്ത് നിന്ന് പറയും, ശ്രീകോവിലിന്റെ അകത്ത് നിന്ന് പറയും, നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അംശമാണ്. ബോധം വേണ്ടേ നമുക്ക്? വേണോ? ഇത് ഉറപ്പിക്കണം. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉറപ്പിച്ച് വെക്കാൻ സാധിച്ചാൽ അർജുനൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ അർജുനൻ പറയുന്നു ഭാഗവതത്തിൽ, കൃഷ്ണന്റെ ദേഹവിയോഗത്തിലും അതുപോലെ തന്നെ ഗാണ്ഡീവം നഷ്ടപ്പെട്ടതിലും തളർന്നുപോയ അർജുനൻ ഒരു നിമിഷം കൊണ്ട് ഓർത്തു, ഭഗവാൻ ആണല്ലോ എന്നെ നിലനിർത്തുന്നത്, ഞാൻ ആ ഭഗവാന്റെ ഒരു അംശമല്ലേ, എങ്ങനെ കൃഷ്ണൻ എന്നെ ഉപേക്ഷിക്കാൻ സാധിക്കും?